കണ്ണിൽ വീണ ചോരയ്ക്ക് പൊഴിഞ്ഞ കണ്ണീരിന് ഇന്ത്യ നൽകിയ ശക്തമായ മറുപടി. അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 70 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ പ്രഹരശക്തി എന്തെന്ന് ലോകം അറിഞ്ഞു കഴിഞ്ഞു. നോക്കാം. വിഷകേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞ സമയം. ആദ്യ ആക്രമണം പുലർച്ചെ 1:04 കോട്ട്ലിയിലെ അബ്ബാസ് തീവ്രവാദ ക്യാമ്പ് ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആക്രമണം. അതിനുശേഷം കൃത്യം 1 മിനിറ്റിന്റെ ഇടവേളയിൽ മുരിഡ്കയിലെ ലഷ്കർ എ തൊയ്ബ ക്യാമ്പ് തകർത്തു ഇന്ത്യൻ സൈന്യം. ഭീകരരായ ഹഫീസ് അബ്ദുൾ മാലിക്, വഖാസ് ഹസൻ എന്നിവർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ മിനിറ്റുകളുടെ ഇടവേളയിൽ കൃത്യം 1:12 ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം തകർത്തു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കേന്ദ്രങ്ങൾ ഇന്ത്യൻ തിരിച്ചടിയിൽ ഇല്ലാതെയായി. മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളും 4 സഹായികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് സിയാൽകോട്ട് ഭീകരരുടെ ക്യാമ്പായിരുന്നു. കൃത്യം 1:15 സിയാൽകോട്ട് ഭീകരരുടെ ക്യാമ്പ് ഇന്ത്യൻ സൈന്യം താറുമാറാക്കി. പുലർച്ചെ 1:17 അടുത്ത ആക്രമണം നടന്നു. അതായത് മുന്നത്തെ ആക്രമണം കഴിഞ്ഞ് വെറും 2 മിനിറ്റിന് ശേഷം അടുത്ത ആക്രമണം ഉണ്ടായി. മുസാഫർബാദിലെ ഭീകരരുടെ ക്യാമ്പ് ഇന്ത്യൻ സൈന്യം തകർത്തു. കൃത്യം 1:19 അടുത്ത ആക്രമണം ഉണ്ടായി. ഭീംപറിലെ ഭീകരരുടെ ക്യാമ്പ് താറുമാറാക്കി ഇന്ത്യൻ സൈന്യം. പുലർച്ചെ 1:22 അടുത്ത ആക്രമണം. ലക്ഷ്യം ചക്കമ്രുവിലെ ഭീകരരുടെ ക്യാമ്പായിരുന്നു. ഏറ്റവും ഒടുവിൽ പുലർച്ചെ 1:28 ലഷ്കർ എ തൊയ്ബ ഭീകരരുടെ ക്യാമ്പ് തകർത്തു ഇന്ത്യൻ സൈന്യം. അതായിരുന്നു ഏറ്റവും അവസാനത്തെ ആക്രമണം. അതായത് 25 മിനിറ്റ് നേരം മാത്രമാണ് ഈ ഒരു ആക്രമണം നീണ്ടു നിന്നത്. 9 കേന്ദ്രങ്ങൾ, ഭീകരരുടെ 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന താറുമാറാക്കിയത്.